വയനാട്ടിലെ ദുരന്തബാധിതർക്ക് അതിജീവിക്കാനുള്ള സഹായവുമായി 24 എന്ന വയനാട്ടിലെത്തിയപ്പോൾ നമ്മൾ ഇരുവരെയും കണ്ടതാണ്. വലിയ സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും. ഈ ശ്രുതിയാകട്ടെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട ആ വേദനയൊക്കെ അതിജീവിച്ചു വരികയായിരുന്നു ജെൻസൺ കൂടെയുള്ളതിനാൽ തന്നെ. ശ്രുതി ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ സുർജിത്ത്? ശ്രുതി അപകടത്തെ ആശുപത്രിയിലാണുള്ളത്, കൽപ്പറ്റയിലെ ആശുപത്രിയിലാണ് ഉള്ളത്. അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുന്നതേയുള്ളൂ. എന്തായാലും ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ആ ദുരന്തം ഒരു മഹാദുരന്തത്തിൽ നിന്നാണ് ഈ ശ്രുതി അതിജീവിച്ചത്. അത് ജെൻസൺ ആയിരുന്നു കൂട്ട്. വീണ്ടും ആ ജെൻസന്റെ വിയോഗം അത് വലിയ രീതിയിലുള്ളൊരു സങ്കടകരമായ വിവരം കൂടിയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. അവർ പറയുന്ന കാര്യം 8:57 മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. മസ്തിഷ്ക മരണം നേരത്തെ, അതായത് അതിനു മുമ്പ് സംഭവിച്ചു എന്നുള്ള തരത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. എന്തായാലും ആ ദുരന്തം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഈ ദുരന്തത്തിന്റെ ബാക്കി പത്രമായി ശ്രുതി അവശേഷിച്ചു. ശ്രുതി കോഴിക്കോടാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദുരന്തത്തിൽ നിന്ന് ശ്രുതി രക്ഷപ്പെട്ടത്. ഇതിനുശേഷം ജെൻസൺ മാത്രമായിരുന്നു കൂട്ട്. അങ്ങനെ കൂട്ടായ ഒരാളാണ് ജെൻസൺ. ഒരുമിച്ച് നിന്ന ആളാണ്. പലപ്പോഴും പല ഘട്ടങ്ങളിലും നമ്മളോട് ഉൾപ്പെടെ ജെൻസന്റെയും ശ്രുതിയുടെയും പ്രതികരണമെല്ലാം വന്നിരുന്നു. അവർക്ക് വലിയ കരുത്തായിരുന്നു ജെൻസൺ. ആ കരുത്തായ ഒരു മനുഷ്യൻ ഇല്ലാതാകുന്നു എന്നുള്ളത് വലിയ വേദന തന്നെയാണ്. ശ്രുതി ഉൾപ്പെടെയുള്ളവർ എല്ലാം തന്നെ, ഈ 9 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. ഇവരെല്ലാം തന്നെ ബന്ധുക്കളാണ്. ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഈ ബന്ധുക്കളടക്കം ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും ആ ദുരന്തം അനിയന്ത്രിതമായ രീതിയിലുള്ള രക്തസ്രാവമായിരുന്നു ജെൻസന്റെ തലയിൽ ഉണ്ടായിരുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. മാത്രമല്ല കണ്ണിനും മൂക്കിനും ഉൾപ്പെടെ രക്തസ്രാവം ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പരമാവധി ശ്രമങ്ങൾ നടത്തി, പക്ഷേ ആ ശ്രമങ്ങൾക്കൊന്നും നിന്നുകൊടുത്തില്ല ജെൻസൺ എന്നുള്ളതാണ്. വിധിക്ക് കീഴടങ്ങുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ വിവരം. അമ്പലവയൽ ആണ്ടൂർ സ്വദേശിയാണ് ജെൻസൺ. ഇപ്പോൾ ശ്രുതി നിലവിൽ താമസിക്കുന്നത് മുണ്ടേരിയിലാണ്, കൽപ്പറ്റ മുണ്ടേരിയിലാണ്. അച്ഛൻ ശിവണ്ണൻ, അമ്മ മുൻ പഞ്ചായത്ത് അംഗം കൂടിയാണ് സബിത എന്നാണ് അവരുടെ പേര്. അവരെല്ലാം തന്നെ, സഹോദരി ശ്രേയ ഉൾപ്പെടെ ഉള്ളവർ, ആ 3 പേരും കുടുംബത്തിൽ നിന്നും മരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ സഹോദരൻ സിദ്ധരാജിന്റെ, അതായത് ശിവണ്ണന്റെ സഹോദരൻ സിദ്ധരാജിന്റെയും ദിവ്യയുടെയും മകളാണ് ലാവണ്യ. അവരും ഈ ലാവണ്യ മാത്രമാണ് ആ കുടുംബത്തിൽ അതിജീവിച്ചത്. ലാവണ്യ നവോദയ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അത്തരത്തിലാണ്